ഷാജഹാൻ, സജി, വേദിയിൽ മുൻപായിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങൾ, ഏകദേശം 29 വർഷത്തോളം ഉള്ള സർവീസാണ് അവസാനിക്കുന്നത്. ഇന്ന് സുദീർഘമായ പ്രസംഗം നടത്താമെന്ന് കരുതി രണ്ടുപേര് കഥ കേൾക്കുന്ന ഞാൻ വന്നിരുന്നു. ഈ സമയക്കുറവ് മൂലം കഥ പറയുന്നില്ല. കഥ തീണ്ടാതെയാവുമെന്നുള്ളൊരു ഭയമുള്ളതുകൊണ്ട് പിന്നെ വിശപ്പിന്റെ വിളി വൈകിയ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചുരുക്കി പറയാം. ഞാന് ഒരു നാട്ടുപുറത്തുകാരനാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ സ്ഥലത്തുള്ള കുമാരനഗരം എന്ന് പറഞ്ഞ കൊച്ചി ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ഒന്നാളാണ്. എന്റെ വിദ്യാഭ്യാസം പ്രാഥമിക ഗവൺമെന്റ് LP സ്കൂളാണ്. പിന്നെ NKNMHS സ്കൂളിലാണ് SSLC. തൊടുപുഴ ന്യൂമാനിൽ പ്രീഡിഗ്രി, കോതമംഗലം MA കോളേജിൽ എഞ്ചിനീയറിംഗ്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ 93-95 കാലങ്ങളിൽ അലിൻഡ് സ്വിച്ച് വർക്ക് ചെയ്തു. അലിൻഡ് സ്വിച്ച് ജീവിതകാലത്താണ് ഞാൻ ഈ ഹ്യൂമൻ മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം പഠിക്കുന്നത്. ഞാൻ എല്ലായിടത്തും പോയിട്ട് എന്തെങ്കിലും പഠിച്ചായിരുന്നു. ആദ്യം പഠിച്ച പാഠം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു ബന്ധം നോക്കി, നോ ടു വർക്ക്. എന്റെ മാനേജർ പഠിപ്പിച്ച നോ ടു വർക്ക്. അപ്പൊ ആ നോ ടു വർക്കിൽ നിന്ന് യെസ് ടു വർക്കിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനാണ് നമ്മുടെ വിജയം. അതിപ്പോ നിങ്ങളിവിടെ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അത് ആ ഒരു എന്താണ് ഉദ്ദേശം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. യെസ് ടു വർക്കിലാണ് നമ്മുടെ ആൾക്കാരെല്ലാവരും. അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ റീജിയനില് ഏറ്റവും നല്ല സർക്കിളായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. എല്ലാവരും പ്രവർത്തിക്കും, അത് സമാധാനമായിട്ട് നമ്മൾ ജോലി ചെയ്യും. അപ്പൊ അതാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയ ഒരു നേട്ടം. അതിനുശേഷം ഞാൻ 97 ആണ് ബോർഡിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ എന്നോടൊപ്പം ജോയിൻ ചെയ്ത് എന്നോടൊപ്പം പിരിഞ്ഞു പോകുന്ന ആളാണ് നമ്മുടെ ഓണർ. ഞങ്ങൾ ഒന്നിച്ചു വന്ന് ഓണറിന്റെ വിവാഹത്തിനൊക്കെ ഞാൻ പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണമൊക്കെ അതിന് മുമ്പ് കഴിഞ്ഞായിരുന്നു. ബോർഡിൽ വരുന്നതിന് മുമ്പ് തന്നെ എന്റെ ഫാദറില എങ്ങനെയാണ് എന്നെ കണ്ടെത്തി ഉൾപ്പിച്ചു. അങ്ങനെ കല്യാണം കഴിച്ച് ഞാനിത് വന്നതാണ്. സാധാരണ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്, കല്യാണം കഴിച്ച് വന്നതല്ലേ. പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നാണ് ഇതിലേക്ക്. അതൊക്കെ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യുന്നൊരു കഥയാണ്. അപ്പൊ അങ്ങനെ ഞാന് വന്ന് ഞങ്ങള് 2000 വരെ മുന്നോട്ടുണ്ടായിരുന്നു. മുന്നോട്ടത്തെ ഉണ്ടായ ചില നേട്ടങ്ങൾ ഇന്ന് പറഞ്ഞു പോകണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതില് ഞാൻ ജനറൽ മെയിൻ്റനൻസിൽ AE ആയിട്ടാണ് വർക്ക് ചെയ്തത്. ഷിഫ്റ്റിൽ കുറച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജനറൽ മെയിൻ്റനൻസിൽ ഞാൻ ഉണ്ടായിരുന്ന കാലത്താണ് അവിടെ സ്റ്റേറ്ററിന്റെ ഫസ്റ്റ് മെഷീനിന്റെ സ്റ്റേറ്ററിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. അതൊക്കെ പണ്ടേ പോയതാണ്. അതിന്റെ ലക്ഷങ്ങൾ മുടക്കി ബോർഡ് മീറ്ററൊക്കെ വാങ്ങിച്ചു വെച്ചെങ്കിലും ഈ ജനറേറ്ററൊക്കെ സ്റ്റാർട്ട് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പാണ്, മൈനസിലേക്ക് പോകുന്നത്. അപ്പൊ അതിന് എറണാകുളത്ത് കിട്ടുന്ന കമ്പോണൻസ് എല്ലാം വാങ്ങി ഒരു മീറ്റർ ഡിസൈൻ ചെയ്ത് അത് 2017 വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. 98 മുതൽ 2017 വരെ സർവീസിലുണ്ടായിരുന്ന മീറ്റർ എനിക്ക് ആ ഒരു വലിയ ജനറേറ്റർ നമ്മുടെ ഒരു പ്രസ്റ്റീജിയസ് സ്റ്റേഷനാണ് മൂലവർഷം അതിൽ സ്ഥാപിച്ച് ഓടിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇവിടെ വന്നു. ഞാൻ അങ്ങനെ ഇടുക്കി ജില്ലയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് മറിച്ചറിയും. കാരണം ജനറേറ്റർ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത്തെ വൈകിട്ട് ഒരു ട്രാൻസ്ഫർ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ജില്ലാ വൈസ് ആയത് അധ്യാപകർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോലെയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ചുമത്ര സബ് സ്റ്റേഷനിൽ 3 മാസം ഓപ്പറേറ്ററായിട്ടിരിക്കുകയാണ്. ഞാൻ തിരുവല്ല സെക്ഷനിലേക്ക് എടുത്തത്. ഏതാണ്ട് 5 വർഷത്തോളം ഞാൻ അവിടെ ഇരുന്നു. കൃത്യമായിട്ട് പറഞ്ഞ 62 മാസം ഞാൻ സെക്ഷനിലെ AE ആയിട്ട് വർക്ക് ചെയ്തു. ആ സമയത്ത് ആണ് KICBയിലെല്ലാം സമയബന്ധിതമായിട്ട് വർക്ക് തീർക്കുകയും ബില്ല് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത വന്നത്. FPDRP വർക്കുകൾ കൊടുത്തു. ആ വർക്കെല്ലാം കൃത്യമായിട്ട് പൂർത്തീകരിച്ചു. തിരുവല്ല ടൗണിൽ സപ്ലൈ എത്തിക്കുന്നത് ആ ഒരു രീതിയിലാണ്. ഞാനിരുന്ന ആ ഒരു സമയത്ത് ഞാൻ ഏതാണ്ട് 40 ട്രാൻസ്ഫോമറും 30 കിലോമീറ്റർ HT ലൈനുകളും സ്ഥാപിച്ചതിന് ശേഷം അന്നും ഈ സർക്കിളിലെ ഏറ്റവും നല്ല സെക്ഷൻ എന്നുള്ള പേര് തിരുവല്ലയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഷൈനൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് മെറ്റീരിയലിന്റെ സ്റ്റോക്ക്, ഫിസിക്കൽ സ്റ്റോക്ക്, സമഗ്ര സ്റ്റോക്കുകൾ ടാലിയാകുന്നില്ല എന്നുള്ളത്. അന്ന് സമഗ്രയില്ല, മാസം സ്റ്റോക്കും ഫിസിക്കൽ സ്റ്റോക്കുകൾ ടാലി വെച്ച് ആണ് ഞാൻ അവിടുന്ന് പോകുന്നത്.
2006 ജൂണിൽ സോമൻ പറഞ്ഞ പോലെ ഞാൻ പ്രൊമോഷൻ ആയിട്ട് ഇവിടെ വന്നു. സോമനായിട്ട് നേരത്തെ പരിചയമുണ്ട്. അതായത് ഇവിടെ വരുമ്പോൾ ഇടയ്ക്കൊക്കെ പോയി ചായ കുടിക്കും, ഊണ് കഴിക്കുകയും ചെയ്യാറ് സ്റ്റോറിൽ വരും. അപ്പൊ 2006 ജൂൺ മുതൽ സോമനെ ഞാനിവിടെ ഒന്നിച്ച് ആണ് ഇവിടെ വരുന്നത്. സോമന്റെ അടുത്ത് ഞാൻ വരുന്നു. അങ്ങനെ 2019 ഞാൻ പ്രൊമോഷൻ ആകുന്നത് വരെ എനിക്ക് ഉണ്ടായ ചില നേട്ടങ്ങളാണ്. ഞാൻ വളരെ എവർഗ്രീൻ ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒന്നാണ് എടപ്പൺ 220 kV സബ്സ്റ്റേഷന്റെ നിർമ്മാണം. അത് സബ്സ്റ്റേഷന്റെ പണി പൂർത്തീകരിച്ചു. ലൈനിന്റെ പണി വാക്കോർ സർവേ കഴിഞ്ഞിട്ട് ബാക്കി കംപ്ലീറ്റ് പ്രൊഫൈൽ സർവേ, അത് കഴിഞ്ഞിട്ട് ഹൗസ് കോട്ടിങ്, ടവർ ഇറക്ഷൻ, കമ്മീഷനിങ് എല്ലാം ചെയ്തു. അത് നോർമലി ഒരു എഞ്ചിനീയറിന് കിട്ടുന്ന ഒരു ഭാഗ്യമല്ലെന്നാണ് പലരും പറയുന്നത്. അത് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് റാന്നി പെരുന്നാൾ സബ്സ്റ്റേഷന്റെ കൺസ്ട്രക്ഷൻ, അത് സൈറ്റ് ലെവലിങ്ങിന് ശേഷമുള്ള കംപ്ലീറ്റ് ഇറക്ഷൻ, അത് കഴിഞ്ഞ് ലൈൻ 19 കിലോമീറ്റർ ഇവിടെ ദുർഘടമായ പാതയിലൂടെയാണത് ക്രോസ് കൺട്രി ആയിട്ട് വലിച്ചേക്കുന്ന ലൈനാണ്. അതിന്റെ നിർമ്മാണം, അതിന്റെ കമ്മീഷനിങ്. പിന്നെയുള്ള ഏനാത്താണ്. ഏനാത്ത് സബ്സ്റ്റേഷനും ലൈനും ഞങ്ങൾ പൂർത്തീകരിച്ച് നമ്മുടെ കലേഷ് ആണ് ലൈന് ചെയ്തിരുന്ന. ഈ സബ്സ്റ്റേഷനിൽ കാവേരി ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെ രസകരമായിട്ട് തന്നെ പൂർത്തീകരിച്ചൊരു വർക്കാണ്. അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഇന്നത്തെ സ്റ്റാഫ് മീറ്റിംഗിൽ തന്നെ പറഞ്ഞിരുന്നു. നല്ല സപ്പോർട്ടിലാണ് അത് ചെയ്തു പോയത്. ഈ ഏനാത്ത് സബ്സ്റ്റേഷന്റെ പണി പൂർത്തീകരിച്ച് മനോരമയിൽ വന്നൊരു വാർത്ത, മിന്നൽ വേഗതയിൽ ഏനാത്ത് സബ്സ്റ്റേഷൻ എന്നുള്ളതായിരുന്നു. അപ്പൊ അതങ്ങനെ ഹൈ സ്പീഡിൽ തന്നെ വർക്ക് തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നീട് ചുമത്ര, തിരുവല്ല, അടൂര്, കൊച്ചുകൊമ്പ, ത്രിവേണി സബ്സ്റ്റേഷനുകളുടെ അപ്ഗ്രഡേഷന്റെ കുറെ വർക്കിൽ ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. അന്ന് എന്റെ എക്സിക്യൂട്ടീവ് നമ്മുടെ സുരേഷ് സാറായിരുന്നു. സുരേഷ് സാറിന്റെ കൂടെയാണ് ഈ നമ്മുടെ ഇവിടുത്തെ ജിസിന്റെ പ്രാഥമിക വർക്കുകളെല്ലാം ഞങ്ങൾ ചെയ്തത്. ഞങ്ങളുടെ മനസ്സിലുണ്ടായ ശിശുവാണ് ഈ 220 kV പത്തനംതിട്ടയും 220 kV കഫാടും. മണ്ണാർക്കുളഞ്ഞിയിൽ ഞങ്ങളൊരു വർക്ക് പ്ലാൻ ചെയ്തത്, പക്ഷെ അത് എന്തുകൊണ്ട് ഇപ്പോഴും നടന്നിട്ടില്ല. നമുക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ധനേഷ് പറഞ്ഞ് ഈ പള്ളിക്കൽ സബ്സ്റ്റേഷനെ കുറിച്ച് പറഞ്ഞു. പള്ളിക്കൽ സബ്സ്റ്റേഷൻ അന്ന് ശരിക്കും പറഞ്ഞാല് ഞങ്ങളുടെ പ്ലാനിലില്ല. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. അതിനുശേഷമാണ് ഇപ്പൊ സാക്ഷൻ ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ ട്രാൻസ്മിഷനിൽ വർക്ക് ചെയ്ത സമയത്ത് ഈ സേഫ്റ്റി, ആ സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് എല്ലാം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പൊ സേഫ്റ്റി ഒരു ഇഷ്യൂ ആയി. അങ്ങനെ ട്രാൻസ്മിഷന്റെ സേഫ്റ്റി മാനുവൽ തയ്യാറാക്കുന്നതിൽ ഞാൻ ഇടപെട്ട് അതിന്റെ ഏതാണ്ട് 95% ഞാൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളെ വീട്ടിലിരുന്ന് ഞാൻ എഴുതി തയ്യാറാക്കിയ മാനുവലാണത്. അത് ബോർഡിന്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. അതില് അവസാനത്തെ പേര് എന്റെ പേരും എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പൊ ബോർഡിന്റെ രേഖയിൽ എന്റെ പേരും വന്നതിൽ എനിക്കൊരു സന്തോഷവും സ്വകാര്യമായ ചെറിയൊരു അഹങ്കാരവും ഉണ്ടാകും. പിന്നെ ഉള്ളത് ഇവിടെ നമുക്കില്ലാതിരുന്ന ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനാഗുറേഷനുകൾ നടക്കുമ്പോൾ മിനിസ്റ്റർമാരൊക്കെ വന്ന് പങ്കെടുക്കുമ്പോൾ ഇതിന് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി, അതിനൊരു സീക്വൻസ് എഴുതി ഉണ്ടാക്കി. അത് വെച്ചിട്ട് ഞാനിവിടെ പല പ്രാവശ്യം പല ഇനാഗുറേഷൻസ് നടത്തിയിട്ടുണ്ട്. ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ. എന്റെ ആകെയുള്ള ഉദ്ദേശത്തിലേ ഉള്ളൂ, നമ്മുടെ കൂടെയുള്ള ഒരു ടെൻഷൻ ഉണ്ടാകും. അതായത് നമ്മുടെ ജീവനക്കാർക്ക് ടെൻഷൻ വരും. അപ്പൊ അതിനുവേണ്ടി ചെയ്യുന്ന വേറൊരാളാണ്. അതിന് വേണ്ടിയിട്ട് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി. ആ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് പിന്നീട് ഇവിടെ ഇനാഗുറേഷൻ നടത്തിയിട്ട് ആർക്കും ചെയ്യാം. ആ രീതിയിലാണ് ചെയ്തു വെച്ചത്. അപ്പൊ അല്ലാതെ എനിക്ക് ശേഷം വെള്ളപ്പൊക്കം നടത്തിയ പോളിസി ഇല്ല. അതുകൊണ്ട് അത് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ 2019 ഓഗസ്റ്റിലെ പ്രൊമോഷനായി എക്സിക്യൂട്ടീവായിട്ട് കൽപ്പറ്റയിൽ പോയി. കൽപ്പറ്റയിൽ പോയിട്ട് ശരിക്കും പറഞ്ഞാല് 9 മാസം ജോലി ചെയ്ത് ഞാൻ പോലീസിന്റെ പണി ചെയ്തിട്ടുണ്ട്. അവിടെ ഊമക്കത്തുകളുടെ ഒരു കേന്ദ്രമായിരുന്നു. അങ്ങനെ ഊമക്കത്ത് വരുന്നു, അന്വേഷിച്ചു പോകുന്നു. ഇതൊക്കെ പരിപാടി. ഇതിനിടെ IPDSന്റെ വർക്കുകൾ തീർത്തു. അത് കഴിഞ്ഞ് 2020 ജൂണില് ഞാൻ ഹരിപ്പാട് വന്നു. ഹരിപ്പാട് വരുമ്പോ കേബിൾ TV നമുക്ക് വലിയ പ്രശ്നമായിരുന്നു. കേബിൾ TV സംബന്ധമായിട്ട് രേഖകളൊന്നുമില്ല. അപ്പൊ അതിന് നമുക്ക് പൈസ കിട്ടുന്നില്ല. അപ്പൊ ഇതിന് രേഖകൾ ഉണ്ടാക്കി, കിട്ടിയ രേഖകളെല്ലാം ഫയലുകളാക്കി ഏതാണ്ട് 100ഓളം കേബിൾ TV ഓപ്പറേറ്റർമാരെ ഓഫീസിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്ത് രേഖയായി. ഞാൻ ഇറങ്ങുമ്പോ ഇങ്ങനെ ബൊക്കെ പോലെയായിരുന്നു എന്റെ പേന ഇരുന്നത്. ഈ എഴുതി തീർന്ന പേനയല്ലാണ്ട് പാത്രത്തിൽ ബൊക്കെ പോലെ ആക്കി വെച്ചത്. അതിന് മാത്രം പേന ഉപയോഗിച്ചാണ് ആ വർക്കുകൾ കണ്ടത്. അപ്പൊ അങ്ങനെ ഹരിപ്പാട് കേബിൾ ടിവിയുടെ പരിപാടിയൊക്കെ ചെയ്തു. അതിനുശേഷം ഇവിടെ PMU വന്നു. PMU വന്ന ചരിത്രമൊക്കെ ഇപ്പം ആൾക്കാർ പറഞ്ഞു. 2 കാര്യങ്ങളാണ് PMU വന്നത്.
നിങ്ങൾ PMUലേക്ക് പോരെ എന്ന് പറഞ്ഞാൽ അന്ന് ഉറക്കം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിലൊക്കെ പറഞ്ഞ വളരെ രസകരമായ സംഭവങ്ങളാണ്. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാരെ ഇങ്ങനെ നോക്കി താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഈ പ്ലെയറിന്റെ കാര്യം പറഞ്ഞാൽ ശരിയാണ്. ഞാൻ ആ കാറിൽ നോക്കുമ്പോൾ ഈ പ്ലെയർ ഇങ്ങനെ മുങ്ങിപ്പോ. അപ്പൊ എന്റെ കാറിൽ ഇങ്ങനെ പോകുന്നത് പോയി നോക്കുമ്പോഴേ അനിലായിരിക്കുന്നത്. ഈ പറഞ്ഞ സത്യമുള്ള കാര്യമാണ്. ഒരിക്കല് സേഫ്റ്റി സംബന്ധമായിട്ടൊരു രസകരമായ സംഭവം, ഞാൻ റാന്നി നോർത്തില് ഇൻസ്പെക്ഷൻ പോയി. അന്ന് നമ്മുടെ ബെനോയാണ് ഇപ്പൊ ബെനായിട്ട് പണക്കൊന്നുമില്ല, നല്ല സ്നേഹമായിട്ട് പോകുന്ന ആളാണ് അന്ന് എന്ന്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് നമുക്ക് ബില്ല് പോകാന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി കഴിഞ്ഞപ്പോ ബെനയുടെ മൊബൈലിൽ മെസ്സേജ് വന്നു, PMU എക്സിക്യൂട്ടീവ് ഇറങ്ങിയിട്ടുണ്ട്, പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജ്. ഇതൊക്കെ ഒരു രസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആ സേഫ്റ്റി എന്ന് കർശനമാക്കിയിട്ട് പോയിട്ട് നമ്മളുടെ സംഘടനാ നേതാക്കന്മാര് പറയുന്ന അവര് തന്നെ സമ്മതിച്ചിട്ടുണ്ട്, സേഫ്റ്റി എന്ന് നമുക്ക് കർശനമായിട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു. അപ്പൊ അതൊക്കെ എനിക്കൊരു മാർക്കായിട്ട് ഞാൻ കരുതുന്നുണ്ട്. പിന്നെ എന്റെ ആ സമയത്ത് ടെൻഡറുകളെല്ലാം കൃത്യമായിരുന്നു. ഞാൻ അതെല്ലാം സമയബന്ധിതമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. എനിക്ക് സഹായിച്ചത് എന്റെ കൂടെ ഉണ്ടായിരുന്ന 3 സ്ത്രീകളാണ്. ഒന്ന് നമ്മുടെ സൂസനാണ് പറഞ്ഞിട്ടുണ്ട്. സൂസന്, ഷൈനി, ആശ, ഇവരെല്ലാം നല്ല രീതിയിൽ എന്നോട് സഹകരിച്ച് അതെല്ലാം സമയബന്ധിതമായിട്ട് തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 23 ജൂലൈയിൽ ഞാൻ പ്രൊമോഷനായി ഡെപ്യൂട്ടിയായിട്ട് ശ്രീനഗരത്ത് പോയി. ശ്രീനഗരത്ത് പോയപ്പം ഒരു വർഷത്തെ പരിപാടിയേ ഉള്ളൂ. പക്ഷെ അവിടെ എനിക്കൊരു ഇത് ചെയ്യാൻ പറ്റിയത് ഏഴിമല എന്ന സബ്സ്റ്റേഷൻ, ഏഴിമല നേവൽ അക്കാദമി അവിടെ. അപ്പൊ ഈ ഏഴിമല സബ്സ്റ്റേഷൻ ഇന്ന് മാറായി എന്നുള്ളതുണ്ട്, പെറ്റ് സ്റ്റേഷൻ ഒക്കെ ഉള്ള. അപ്പൊ ഈ മാറായിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് കൺസ്യൂമറാണ് കൂടുതൽ, പക്ഷെ കൊമേഴ്സ്യലിലെ പൊട്ടൻഷ്യലാണ്. എല്ലാം ഗൾഫ് വാക്കുകളായതുകൊണ്ട് എല്ലാവരും AC വെച്ച് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് മാറായി. മാറായി ഇൻട്രപ്ഷൻ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഏഴിമലയിൽ നിന്ന് മാറായിക്ക് ഒരു എലോൺകേവിൽ അതിന്റെ പ്രപ്പോസൽ ഇട്ടത് വളരെ രസമാണ്. അതാണ് ഇതിനകത്തൊരു ഹൈലൈറ്റ്. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയിട്ട് ഇപ്പൊ ഞാൻ ഈ കളക്ഷൻ കൂടെ ഈ അതിനകത്ത് ചെയ്തതൊക്കെ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് ചെയ്തത്. ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് പോകുന്ന സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ലൊക്കേഷൻ ചെന്നിട്ട് അങ്ങനെ പോകാൻ ഞങ്ങൾ ചെയ്യും. ഇതിൽ ഗൂഗിൾ മാപ്പ് വഴി ഞാനൊരു റോഡൊക്കെ കണ്ടെത്തി പ്രപ്പോസലൊക്കെ ആക്കി. ഞാൻ PMU വെച്ചുള്ളതും ഞാൻ ഇവിടെ കറക്കാൻ ചെന്നപ്പോൾ അവിടെ റോഡില്ല, ആകെയുള്ളത് ചെമ്മൺപാതയാണ്. പിന്നെ ഞങ്ങൾ അതിനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 2 അറ്റം കിട്ടി. അങ്ങനെ ആ വർക്ക് ഇപ്പൊ തീരാതായി. ഇവിടെ വന്നിരുന്ന കേബിളിൽ ഒരു 1.5 കിലോമീറ്റർ കേബിൾ എന്റെ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പൊ അതിന് ഹരീന്ദ്ര സാർ പറഞ്ഞ്, നിങ്ങൾ അന്ന് പ്രപ്പോസ് ചെയ്ത വീട് മുന്നിട്ട് നിങ്ങൾ തന്നെ കുറച്ച് കേബിൾ തരണം. ആ വാശി പിടിച്ച് എന്റെ കേബിൾ വാങ്ങിച്ചിട്ട് വരും. അപ്പൊ അതൊരു നേട്ടമാണ്. ഇപ്പൊ ആ വർക്ക് തീരാതായിരുന്നു പറയും. പിന്നെ 26 സെപ്റ്റംബറിൽ ഞാൻ ഇവിടെ വന്നു, ഡെപ്യൂട്ടിയായിട്ട് പത്തനംതിട്ട വന്നു. പത്തനംതിട്ട വന്നപ്പോഴുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ ശബരിമലയായിരുന്നു. ഇപ്പൊ ശബരിമലയുടെ ഇത് കുറച്ചും കൂടെ സ്ട്രീം ലൈൻ ചെയ്യണം. ഈ ജീവനക്കാരന് ഈ അവസാന നിമിഷം കിടന്ന് ഓടുന്ന പരിപാടി എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബൈജു കൂടെ ഞങ്ങൾ നേരത്തെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പൂർത്തീകരിച്ച് ഇന്നലെ ലൈറ്റുകളൊക്കെ വന്നിട്ട് ഇപ്പൊ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞു തരും. പിന്നെ ഇവിടെ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം, ഞാൻ എല്ലാ വർഷവും പോയാലും എനിക്ക് കിട്ടുന്ന ഒരു ടീമുണ്ട്. ആ ടീം എപ്പോഴും ആ ബോർഡിലെ ഏറ്റവും നല്ല ടീമാണ്. ഇവിടെ വന്നപ്പോഴേ തന്നെ സംഭവിച്ചു. ഇവിടെ വന്നു ഓർമ്മ എന്റെ കൂടെ എക്സിക്യൂട്ടീവ് വന്ന് പത്തനംതിട്ടയെ കുറിച്ച് എനിക്ക് ടെൻഷൻ വേണ്ട, അതങ്ങനെ നടന്നു. രാജേഷ് തിരുവല്ലയിൽ വന്നു, വിനു അടൂരുണ്ട്, ബിജു PMUണ്ട്. കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഈ നമ്മളെ എല്ലാവരും പോയതിന്റെ കളക്റ്റീവായിട്ടുള്ള ഒരു ഫലമാണ് നമുക്ക് കിട്ടിയ അവാർഡ്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്തിരുന്നെന്നും നമ്മൾ നേടിയെന്നും ഒക്കെ നമുക്ക് പറയാനുള്ളത് ആ ഒരു അവാർഡ് തന്നെയാണ്. ഈ റീജിയനിൽ കിട്ടിയത്. പിന്നെ നമ്മള് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഈ ക്രൈസിസ് മാനേജ്മെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഡോക്യുമെന്റ് തയ്യാറാക്കി ബോർഡിന്റെ അപ്രൂവലിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന അപ്രൂവൽ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ബോർഡിൽ ഇരിക്കുക. പിന്നെ ഉള്ളത് ഇവിടെ പറഞ്ഞ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ്. അത് ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞാണ്. അടുത്ത ദ്വിതി 3 വരാൻ പോകുന്നു, നിങ്ങൾ തയ്യാറായിക്കൊള്ളാൻ പോകുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ തുടങ്ങി ഒരു കുറെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ സാറിന് കൊടുത്ത് സാറും ഒക്കെ പറഞ്ഞു. അങ്ങനെ അത് വെച്ചിട്ടാണ് നമ്മുടെ നമ്മുടെ മനോജും ഷൈനും ഒക്കെ അത് വെച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വന്നു കഴിഞ്ഞാല് പത്തനംതിട്ടയിലെ ഇലക്ട്രിസിറ്റിയുടെ ദാരിദ്ര്യം കുറയും, അതുപോലെ സേഫ് ആവും. പബ്ലിക് സേഫ്റ്റി വലിയൊരു കൺസേൺ തന്നെയാണ്. അത് നമുക്ക് അതിലൊരു മാറ്റം കിട്ടും.
പിന്നെ വേറൊന്ന് നമ്മുടെ ഈ തൊഴിലാളികൾ, അത് നമ്മുടെ തൊഴിലാളിയായാലും കരാർ തൊഴിലാളിയായാലും ഷോക്കേറ്റോ അല്ലെങ്കിൽ വീണോ മരിക്കുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഓരോ കുടുംബങ്ങള് അനാഥമായിട്ട് പോകുന്നു. ഇത് തടയുക എന്നുള്ളൊരു പ്രാഥമിക ഉദ്ദേശത്തില് ഈ സേഫ്റ്റി മാനുവൽ പരിഷ്കരിച്ച് ഏതാണ്ട് 76ഓളം വർക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് ആ വർക്കിലുണ്ടാകുന്ന അപകടാവസ്ഥ അതെങ്ങനെ പരിഹരിക്കാം ഇതെല്ലാം കണ്ടെത്തി ബോർഡിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ പ്രിയപ്പെട്ട സംഘടനകൾ അതിന്റെ പുറകിലുണ്ട്. ഒരു സാങ്ഷൻ കിട്ടുമെന്നാണ് ഞാൻ അതിനകത്ത് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇതില് ഞാൻ എന്നോട് സഹകരിച്ച എല്ലാ ജീവനക്കാരോടും ഞാൻ നന്ദി പറയുന്നു. ഒരാൾ വിജയിക്കുന്നെങ്കിൽ 2 കൂട്ടരെ കൂടെ നിന്നാലേ പറ്റുള്ളൂ. നമ്മുടെ ഔദ്യോഗിക തലത്തിൽ ഒന്ന് നമ്മുടെ മേലുദ്യോഗസ്ഥരും ഒന്ന് നമ്മുടെ കീഴുദ്യോഗസ്ഥരും. ഈ 2 കൂട്ടരും നിർലോഭമായ സഹകരണമാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ ശബരിമലയുടെ കേസിലാണെങ്കിൽ CM പറയുന്നത് എന്ത് വെച്ച് ചെയ്തു, കാര്യങ്ങൾ നടന്നിരിക്കണം. താഴേക്ക് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ എന്തും ചെയ്തോളാം സാർ പറഞ്ഞാൽ. അപ്പൊ പിന്നെ നമുക്ക് എവിടെ പാലിച്ച അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് നടന്നു പോയിട്ടുണ്ട്. വേറൊന്ന് എനിക്ക് ഈ അവസരത്തിൽ നന്ദി പറയാനുള്ളത് നമ്മുടെ സംഘടനകളാണ്. എന്റെ മാതൃസംഘടനയായ KCBOA, എന്റെ സഹോദര സംഘടനയായ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ, അതുപോലെ മറ്റ് തൊഴിലാളി സംഘടനകളായ വർക്കേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ, ഈ സംഘടനകൾ പൂർണ്ണമായ പിന്തുണ എനിക്ക് തന്നിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ 2 കൂട്ടർ ഇടപെടും, കാര്യങ്ങൾ പറയും, അത് പരിഹരിച്ചു പോകും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് നന്ദി പറയേണ്ടത് വർക്കേഴ്സ് അസോസിയേഷനാണ്. ഞാൻ ഏതാണ്ട് സബ്സ്റ്റേഷൻ ഇനാഗുറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. എന്താ ഞാൻ പറയുന്നില്ല. ആ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി ഉണ്ട്. അന്ന് ഞാൻ ഇവിടെ നമ്മുടെ അനിൽ എന്ന് പറഞ്ഞ സീനിയർ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഉണ്ടായിരുന്ന ഞാൻ പറഞ്ഞ അല്ലേ ഞാൻ പ്രശ്നത്തിലാണ്, നമുക്ക് ഇനാഗുറേഷൻ നടത്തിയേ ഉള്ളൂ. എങ്ങനെയാണ് പുള്ളി പറഞ്ഞ് ഞാൻ സംഘടനയോട് സംസാരിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് വർക്കേഴ്സ് അസോസിയേഷനോട് അന്ന് നേതാക്കന്മാരോട് സംസാരിച്ചു. അവര് പറഞ്ഞ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞു സാർ മുന്നോട്ട് പോകും, ഞങ്ങൾ കൂടെ കാണും. ആ വാചകം വർക്കേഴ്സ് അസോസിയേഷൻ ഇന്നും എനിക്ക് ഒരു പിന്തുണയായിട്ട് ഞാൻ കരുതുന്നു. ഇന്നും അവർ എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ധനേഷാണ് എന്റെ ഓഫീസിലുള്ളത്. ധനേഷ് പൂർണ്ണമായൊരു പിന്തുണ എനിക്ക് ഈ കാര്യങ്ങളിൽ എല്ലാത്തിലും തന്നിട്ടുണ്ട്. എന്നുവെച്ച് ഞാൻ മറ്റു സംഘടനകളെ ഞാൻ കുറച്ച് കാണുന്നില്ല, കാരണം അവരോട് ഞാൻ എനിക്ക് ഇങ്ങനെ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷെ എനിക്ക് എല്ലാ പിന്തുണയും എല്ലാ സംഘടനകളും തന്നിട്ടുണ്ട്. ഇതിലൊരു പ്ലസ് ഞാൻ കൊടുക്കുന്നത് വർക്കേഴ്സ് അസോസിയേഷനാണ്. അപ്പോ ഇത്രയൊക്കെയാണ് കഥകൾ പറയാനുള്ളത്. അധികം നീട്ടുന്നില്ല. എല്ലാവരോടും നല്ല സ്നേഹമായിട്ടും സൗഹാർദ്ദപരമായിട്ടും പിന്നെ എന്റെ ക്ലിയറായിട്ട് ചിത്രീകരിച്ചത് കേൾക്കുമ്പോൾ ഒരു ചെറിയ സുഖമായിരിക്കും ഉണ്ട്. കേട്ടോ, ഓരോരുത്തർ ഭയങ്കര പേടിയാന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ പേടിയെന്നൊക്കെ പറയും അല്ലേ. ഇന്ന് രാവിലെ രശ്മി എന്ന് പറഞ്ഞ് രശ്മിക്ക് ഭയങ്കര പേടിയാന്നൊക്കെ പറയുന്നത്. എന്റെ അടുത്ത് നല്ല കാല് പഠിക്കും. അപ്പൊ ഇത് പേടിയാന്ന് പറയുന്നത് വല്ലതും ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒരു രസമാണ്. നമ്മളൊരു തമാശയായിട്ടൊക്കെ എടുത്ത് കുടുംബമായിട്ടൊക്കെ പോവുക. അപ്പൊ എന്തായാലും ഇനി തുടർന്ന ഉള്ള കാലങ്ങള് നിങ്ങൾ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവരെ എല്ലാവരും മോശമായിട്ട് ജോലി ചെയ്യുന്ന ആരും ഇന്ന് തെറ്റൊക്കെ സംഭവിക്കും. ഇന്നലെ എന്നോട് പറഞ്ഞ് ഞാൻ ഇതൊക്കെ ചെയ്തു വന്നിട്ട് തെറ്റുണ്ടാവും, സാറിനെ വഴക്കുറയുന്നത് തെറ്റുണ്ടാവെന്ന് പറഞ്ഞിട്ടേ ജോലി അല്ലേ. എന്താണ് ഇതിനകത്ത് പറയുന്നത്? പണ്ടാരാണ്ട് പറഞ്ഞൊരു വാചകം, ടു എറർ ഈസ് ഹ്യൂമൻ അല്ലേ, ഫോർഗീവ് ഈസ് ഡിവൈൻ. അതാണ് പോളിസി. ഇത് പണ്ടൊരു സാറ് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ. തെറ്റൊക്കെ സംഭവിക്കും. ഈ തെറ്റ് തെറ്റ് ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓഫീസ് സെറ്റപ്പിന്റെ ആവശ്യമില്ലുണ്ടോ? ഉണ്ടോ സൂസനെ? ഇല്ല. സൂസൻ എടുത്തിട്ടുണ്ട് കേട്ടോ. സൂസൻ ഡയലോഗ് വിടുമെന്ന് ഞാൻ വിചാരിച്ചു. എക്സ്പ്ലോറായിട്ട് ഇപ്പൊ പോവാണ്. 1-ാം തീയതി ജോലി ചെയ്യുന്നുള്ളത് പറഞ്ഞു വെച്ചേക്കുന്നത്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോവാം. KCBയുടെ വിജയമായിരിക്കണം നമ്മുടെ ഒരു ലക്ഷ്യം. കാരണം ഇതാണ് നമ്മുടെ അന്നം. ഇപ്പോ എന്നെ വളർത്തി ഞാനാക്കിയ ഈ ഒരു സ്ഥാനം എത്തിച്ച KCBയോട് എന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ KCB എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും KCB അല്ലേ, നന്ദി അറിയിച്ചുകൊള്ളുന്നു. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നെ ഏത് സമയത്ത് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. താങ്ക് യു.